എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഒരു വ്യത്യസ്തമായ പേരും വ്യത്യസ്തമായ ഒരിടമാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അടയാളക്കല്ല് എന്ന് പറയും ഈ സ്ഥലത്തിന്, അങ്ങനെയാണ് അറിയപ്പെടുന്നത്. അതായത് തോപ്രാംകുടിയിൽ നിന്ന് ഏകദേശം 8 കിലോമീറ്റർ ദൂരം. അതായത് പ്രകാശ്, ഉദയഗിരി, കാമാക്ഷിയിൽ നിന്ന് വലത് തിരിഞ്ഞ് പോകണം. അവിടെ നിന്ന് 1 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ അടയാളക്കല്ലെന്ന് പറഞ്ഞ ഈ സ്ഥലത്തെത്തും. ഇത് വളരെ ശബളമായ ഏരിയ, പീസ്ഫുൾ ഏരിയ. കാരണം 4 മണിക്ക് ശേഷം നിങ്ങൾ ഇവിടെ വരണേ. അപ്പോൾ കാരണം അങ്ങനെ വലിയ തിരക്കുകളോ വാഹന ഓട്ടങ്ങളോ അങ്ങനെയൊന്നും കാര്യമായിട്ട് ഇല്ലാത്തൊരു സ്ഥലമാണ്. അപ്പോൾ പ്രത്യേകിച്ചും നമ്മൾ പീസ്ഫുള്ളായിട്ട് ഇരിക്കാനും ഫാമിലിയോടെ ഇരിക്കാനും അവിടെ നിന്ന് നമ്മൾ എന്തെങ്കിലും വീട്ടിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് വേണമെങ്കിൽ കഴിക്കാനുള്ള സംവിധാനങ്ങൾ ഇവിടെയുണ്ട്. ഫുഡ് കൊണ്ടുപോകുമ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ ഒരു കാര്യം ഓർക്കണം കേട്ടോ. കാരണം ഒത്തിരി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇവിടെ വലിച്ചെറിയപ്പെടുന്നത്, പ്ലാസ്റ്റിക്, പേപ്പർ, അങ്ങനെയല്ല. കാരണം ഇത് ഒത്തിരി ഡൗൺ ആണ്. ഏകദേശം 1000 ഫീറ്റിന് മുകളിലാണ്, 1200 ഫീറ്റ് മുകളിലാണ്. അപ്പോൾ താഴോട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ വേസ്റ്റുകളൊന്നും വിസിബിൾ അല്ല. പക്ഷേ അത് നമ്മൾ ഭൂമിയെ നശിപ്പിക്കുന്നതിന് തുല്യമാണ്. കാരണം ഈ അവയർനെസ് എല്ലാം നമ്മൾ ടി വിയിലാണെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും എല്ലാം കൊടുക്കുന്നുണ്ടെങ്കിലും ജനങ്ങൾ ഒരു സ്വല്പം ശ്രദ്ധിക്കുവാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. നമ്മൾ ഫുഡ് കൊണ്ടുവരികയാണെങ്കിൽ ആ വേസ്റ്റ് നമ്മൾ വണ്ടിയിൽ വരുന്ന വണ്ടിയെ തന്നെ തിരിച്ചു കൊണ്ടുപോകാം. എന്നിട്ട് സ്യൂട്ടബിൾ പ്ലേസിൽ നിങ്ങൾ ഡിസ്പോസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ഈ സ്ഥലത്തെപ്പറ്റി പറയുമ്പം മഹേഷിൻ്റെ പ്രതികാരം ആൻഡ് ജോസഫ് എന്ന പടം, ഈ 2 പടങ്ങളുടെ ചിത്രീകരണം ഇവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ പടം കണ്ടവർക്ക് മനസ്സിലാവും അത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ സ്ഥലത്തിൻ്റെ അത് എവിടെ വെച്ചാണ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും. ഇതുകൊണ്ട് വളരെ ദൂരം, ഒരു 25 കിലോമീറ്റർ ദൂരത്തോളം നമുക്ക് ലോങ് വ്യൂ കിട്ടുന്ന ഒരു സൈറ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. പക്ഷേ അങ്ങനെ അധികം ആൾക്കാർ അറിയുന്നില്ല. കാരണം ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തിട്ട് ഈ സ്ഥലത്തെ പറ്റി കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാനിതൊന്ന് നിങ്ങൾക്ക് വേണ്ടി കാഴ്ചവെക്കുകയാണ്. അതുപോലെ തന്നെ ഈ സ്ഥലത്തെപ്പറ്റി പറയണമെങ്കിൽ വേറൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചെന്നാൽ, അതായത് റോഡിൻ്റെ ഇരുവശവും, അതായത് കോൺക്രീറ്റ് റോഡാണ് പോകുന്നത്, ടാറിങ് പ്ലസ് കോൺക്രീറ്റ് റോഡിൽ. അപ്പം റോഡിൻ്റെ ഇരുവശങ്ങളിലും നല്ല ചെടികൾ ഇങ്ങനെ വളർന്നു വന്നിട്ടുണ്ട്. ഇതാരും നട്ടു പിടിപ്പിച്ചതല്ല, പക്ഷേ അത് നാച്ചുറൽ ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ അത് കാണാൻ വളരെ ഭംഗിയുണ്ട്. മേ ബി ഇതായിരിക്കും ഇതൊരു വലിയൊരു ഒരു മല പോലെയാണ്, അത് വലിയൊരു കല്ലാണ്. അപ്പോൾ അതായിരിക്കും ചിലപ്പോൾ അടയാളക്കല്ല് അങ്ങനെ വന്നതായിരിക്കും. എനിക്ക് ഇതിനെപ്പറ്റി അതിൻ്റെ ഹിസ്റ്ററി ഒന്നും അറിയില്ല, പക്ഷേ പേര് ഇതാണ്. കഴിയുന്ന ആൾക്കാർ വരിക, സ്പോട്ട് കാണുക. അതിൻ്റെ നിങ്ങൾ കണ്ടതിന് ശേഷം അതിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങൾ ഇതിൽ തന്നെ ഫീഡ് ചെയ്യുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. ഞാനൊരു കവിയായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്ഥലം കാണുമ്പോൾ നമ്മളൊരു കവി ഉണർന്നേനെ. പക്ഷേ ഞാൻ കവി അല്ലാത്തത് കൊണ്ട് എനിക്കിതിനെപ്പറ്റി ഒന്നും പാടാനോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി വർണ്ണിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ ആരെങ്കിലും കാവ്യഭാവനയൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതിന് വളരെ നല്ലൊരു സ്ഥലമാണ്. എല്ലാവരും വരേണ്ട സ്ഥലമാണ്. ഞാൻ പറയുന്നത് എല്ലാവരും കാണേണ്ട ഒരു സ്ഥലമാണ്. വേറെ യാതൊരു രീതിയിലുള്ള ശല്യങ്ങളും ഇല്ലാത്ത സ്ഥലം. സോ ഞാനിതിനെ പ്രൊമോട്ട് ചെയ്യാമെന്നല്ല, എങ്കിലും അതായത് ഒരു മനഃശാന്തിയൊക്കെ കിട്ടുന്ന രീതിയിൽ അതുകൊണ്ട് വല്ലപ്പോഴും കാറുകളൊക്കെ കടന്നു പോകുന്നുണ്ട്. ഏകദേശം ഞാനിവിടെ ഒന്ന് അരമണിക്കൂറോളം സ്റ്റേ ചെയ്തതിൽ ഒരു കാർ കടന്നു പോയത്. റോഡിനൊരു നല്ല വീതിയൊക്കെ ഉണ്ട്. കേട്ടോ, ദൈവം നമുക്ക് തന്ന പ്രകൃതി എങ്ങനെയാണെന്ന് നോക്കി, എത്ര മനോഹരമാണെന്ന് നോക്കി. അങ്ങ് അകലെയായിട്ടൊരു ചർച്ച് കാണാം. ഏതോ മലങ്കര റീത്തിൻ്റെ ഒരു ചർച്ചാണെന്ന് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ ലൊക്കേഷൻ വരുമ്പോൾ കാമാക്ഷിയിൽ നിന്ന് തിരിയുമ്പോൾ മലങ്കര ഓർത്തഡോക്സ് ചർച്ച് എന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്കിവിടെ എത്താൻ എളുപ്പമായിരിക്കും.
സോ അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരെ ഗുഡ് ബൈ.